കണ്ണൂർ നഗരത്തിൽ പരക്കം പായുന്ന നായ നിരവധി പേരെ കടിച്ചു. 30 പേർക്കാണ് നായയുടെ കടിയേറ്റത്. വിവരങ്ങളുമായി മിഥുൻ പിള്ള ചേരുന്നു. മിഥുൻ, എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? ഞാനിപ്പോൾ ജില്ലാ ആശുപത്രിയിലാണ് ഉള്ളത്. ഇവിടെ നിരവധി പേരാണ് ഈ തെരുവ് നായയുടെ കടിയേറ്റ് ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. ഏതാണ്ട് 30-ലേറെ പേർക്ക് ഈ തെരുവ് നായയുടെ കടിയേറ്റു എന്നാണ് നമുക്കിപ്പോൾ പ്രാഥമികമായി മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. നിരവധി ആളുകൾ ഇവിടെ ഊഴം കാത്ത് ഇരിക്കുകയാണ്, ഇഞ്ചക്ഷൻ അടക്കം പ്രതീക്ഷിച്ച്. ഇത് പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തു നിന്നാണ്. പിന്നെ ഞാൻ ജോലിയുടെ ആവശ്യത്തിന് കണ്ണൂരേക്ക് വന്നതാണ്. അപ്പോഴാണ് ഞാൻ കണ്ടിട്ടില്ല, പുറകിലൂടെ വന്നിട്ടാണ് നായ കടിച്ചപ്പോൾ പിന്നെ പാൻറ്റിന് കടിച്ചിട്ട് തൂങ്ങുന്ന ഉണ്ടായത്. പിന്നെ കാലിന് ചെറുതായിട്ട് പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ഡോക്ടേഴ്സ് ഇല്ല, ഒന്നും പറഞ്ഞിട്ടില്ല. വേറെ ആരെങ്കിലും കടിച്ചിട്ടുണ്ടായിരുന്നു? ഉണ്ട്. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ 10-20 പേരെ കണ്ടു. എൻ്റെ അടുത്തുനിന്ന് ഒരാളും കൂടെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. വീണ, ഇതുപോലെ ഇത്തരത്തിൽ നിരവധി പേർക്ക് ഈ ഒരു ഭാഗത്ത് ഈ തെരുവ് നായയുടെ ഒരു കടിയേറ്റിട്ടുണ്ട്. ചേച്ചി, ഇത് എവിടുന്ന സംഭവം? ലുലുവിൻ്റെ ജംഗ്ഷനില്ലേ അവിടെയാണ് ആ ഓട്ടോ സ്റ്റാൻഡിൻ്റെ അടുക്കുകയാണ്. നമ്മൾ പുറകുന്ന് വന്ന് കടിക്കുകയത് ഞാൻ പോലും കണ്ടില്ല. പുറകുന്ന് വന്ന് കടിച്ച് അത് വിടുന്നില്ലായിരുന്നു. ഞാൻ വീണുപോയി. പിന്നെ പിന്നിലെ വന്ന ഒരു പയ്യൻ ബാഗ് കൊണ്ട് അടിച്ചപ്പോഴാണ് അത് ഓടിപ്പോയത്. എന്നെ കടിക്കുന്നതിന് തൊട്ട് മുന്നേ ഒരാളെ കളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അവർ കാണുന്നുണ്ട് എന്നെയും കടിക്കുന്നത്. അവരും ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ തന്നെ ഇപ്പോൾ 10-30 ആളുണ്ടെന്ന് തോന്നുന്നു ആ പട്ടി കടിച്ചിട്ട്. ഏതാണ്ട് ഒരു 2 മാസം മുമ്പാണ് സമാനമായൊരു അന്തരീക്ഷം ഈ ഒരു പരിസരത്തുണ്ട്. ഏതാണ്ട് 30-ലേറെ ആളുകൾക്ക് അന്നും ഈ കണ്ണൂർ ചക്കരക്കൽ മേഖലയിൽ കടിയേൽക്കുന്നൊരു സാഹചര്യമുണ്ട് തെരുവുനായയുടെ. ഇത് ഇപ്പോൾ 2ാം തവണയാണ് ഇത്രയും അധികം ആളുകൾക്ക് ഈ കണ്ണൂർ ജില്ലയിൽ തെരുവുനായയുടെ ഒരു കടിയേൽക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഏതായാലും ആളുകൾ ഊഴമനുസരിച്ച് ഇപ്പോൾ ചികിത്സ തേടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആ തിരക്ക് കാണുന്ന ആളുകൾ മുഴുവൻ തെരുവുനായയുടെ കടിയേറ്റ ആളുകൾ തന്നെയാണ്. ഓരോരുത്തരും ഊഴമനുസരിച്ച് ഇഞ്ചക്ഷനും മറ്റ് പ്രാഥമിക ചികിത്സയും ഒക്കെ തേടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഒരാൾ കൂടി ഇവിടെയുണ്ട്. ഞാൻ SBI ബാങ്കിൽ പോയതാണ്. ബാങ്കിൽ പോയി തിരിച്ചു വരുന്ന തരത്തിൽ ഞാൻ പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് നടന്നു വരുന്നത്. അപ്പോൾ ഫുട്പാത്തിൽ നിന്ന് എന്നെ കടിക്കുമ്പോൾ തന്നെ ഞാൻ അറിയുന്നില്ല അത് പട്ടി വരുന്നത്. ഞാൻ കാണുന്ന പോലുമില്ല. ഒരു ചെറിയ കുഞ്ഞ്, അധികം വലിയ പട്ടിയല്ല, ചെറിയ പട്ടിയാണ്. അപ്പോൾ വന്ന് സൈലൻ്റായി വന്നു, പിടിച്ച് കടിച്ചു. കടിക്കുമ്പോൾ ഞങ്ങൾ അറിയുന്നത് കടിക്കുന്നതാണെന്ന്. അപ്പോൾ കാലിൽ നോക്കുമ്പോൾ അറിയത് പട്ടി തന്നെയാണെന്ന്. പെട്ടെന്ന് വന്നൊരു കടിക്കലും എല്ലാം ഒരുമിച്ചായിരുന്നു. അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. എന്നെ കടിച്ച് ഞാൻ ഈ കൊടയെടുത്ത് അടിച്ച പിന്നെ പട്ടി എന്നെ വിട്ടവിടെ തൊട്ടടുത്ത് തന്നെ അടുത്താളി കടിക്കുന്നുണ്ട്. ഒരു രക്ഷയില്ല. അത് വെച്ചാൽ ഒരാളെയും ഞാളിപ്പോൾ ആടെ തന്നെ ഏകദേശം എൻ്റെ അറിവിൽ തന്നെ ആടെ തന്നെ ഏകദേശം ഒരു 10-20 ആളെ അടുത്തടുത്തായിട്ട് കടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 10-40 ആളെ ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്ന് ഞാൻ ഇതേപോലെ ബസ് സ്റ്റാൻഡ് പുതിയ ബസ് സ്റ്റാൻഡ് ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞ് ബാങ്കിൻ്റെ അടുത്ത് എത്തുമ്പോഴാണ് കടിക്കുന്നത്. എന്നുവെച്ചാൽ ഒരു കൂട്ടം പട്ടി നടന്നു പോകണം. അവരൊന്നും ആക്രമിച്ചില്ല. വേറെ ഒരു പട്ടി പുറകുന്ന് വന്നിട്ടാണ് കടിച്ചിരിക്കുന്നത്. ഞാൻ കുടയിങ്ങനെ വീശി കാല് തെറിപ്പിച്ചുകൊണ്ട് പെട്ടെന്ന് പിന്നെ കൂടുതൽ പരിക്കേക്കാതെ ഏൽപ്പിച്ച്. എന്നുവെച്ചാൽ ഇതിന് പിന്നെ കോർപ്പറേഷൻ മാത്രം വിചാരിച്ചാലൊന്നും കാര്യമില്ല. ഗവൺമെൻറ് തന്നെ വിചാരിക്കണം. ഈ നിയമം തിരുത്തി എഴുതണം. എന്നുവെച്ചാൽ വന്യമൃഗങ്ങളെ ജനങ്ങളെ ആക്രമിക്കുന്ന വന്യമൃഗങ്ങളെ അടിച്ച് കൊല്ലാനുള്ള ഒരു നിയമം തന്നെ പാസ്സാക്കണം. ഈ നിയമം കൊണ്ടുവന്നു വെച്ചാൽ പിന്നെ സെൻട്രൽ ഗവൺമെൻറ് മനേകാഗാന്ധി എന്ന ഗവൺമെൻറ് അധികാരത്തിലിരിക്കുമ്പോൾ ഈ നിയമമൊക്കെ തിരുത്തി എഴുതണമെന്നാണ് ഞാൻ പറയുന്നത്. എൻ്റെ അടുത്ത കാലം ഇഞ്ചക്ഷൻ ഒന്ന് ടെസ്റ്റ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ ഇത്തരത്തിൽ നിരവധി പേർക്ക് ഇവിടെ കടിയേറ്റിട്ടുണ്ട്. വീണ, ഒരുപാട് ആളുകൾ ഇപ്പോൾ ഊഴമനുസരിച്ച് ഇഞ്ചക്ഷൻ ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ വഴിയിൽ കണ്ട ആളുകളൊക്കെ തന്നെ കടിച്ചിട്ടുണ്ട് എന്നാണ് ഈ നാട്ടുകാർ തന്നെ പറയുന്നത്. ഇപ്പോൾ ഏതാണ്ട് 30-ലേറെ പേർ ഈ കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ മാത്രം ചികിത്സ തേടി എത്തിയിട്ടുണ്ട്. വീണ, ഓക്കെ മിഥുൻ, വളരെ ഗുരുതരമായ സാഹചര്യമാണ്. ഏതാണ്ട് 30-ലധികം പേരെ ഒരേ തെരുവുനായ കടിച്ച സാഹചര്യം. എല്ലാവരും ആശുപത്രിയിലേക്ക് ചികിത്സ തേടി എത്തിയിരിക്കുകയാണ്. 25 പേർക്ക് പരിക്കേറ്റു എന്ന ഏറ്റവും ഒടുവിൽ വിവരം ലഭിക്കുന്നു. ശരി മിഥുൻ.